ഇത് വലിയൊരു നിലപാട് മാറ്റമാണോ, അതോ ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ അനുമതി നൽകണം എന്ന സർക്കാരിന്റെ മുൻ നിലപാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മാറ്റമാണോ എന്ന് പരിശോധിച്ചാൽ അങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാനും കഴിയില്ല. കാരണം ഈ മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, മത അവകാശത്തിന്റെ കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭരണഘടനയുടെ ആമുഖം കൂടി ചേർത്ത് വെച്ച് വേണം തീരുമാനമെടുക്കാൻ എന്നുകൂടി സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ആർഗ്യുമെന്റ് നോട്ടിൽ പറയുന്നുണ്ട്. ആമുഖം എന്ന് പറയുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അത് തുല്യതയുണ്ട്. അപ്പോൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, മതവിശ്വാസത്തിന്റെ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സ്വാതന്ത്ര്യവും തുല്യതയും ചേർത്ത് വെച്ച് ഇത് തീരുമാനമെടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകണം എന്നൊരു നിലപാടിലേക്ക് വേണമെങ്കിൽ കോടതികൾക്കെത്താം. അപ്പോൾ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, അല്ലെങ്കിൽ ചായ വേണ്ടവർക്ക് ചായ, കോഫി വേണ്ടവർക്ക് കോഫി എന്ന നിലയിൽ ഏത് രീതിയിലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സത്യവാങ്മൂലമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് 2007 അന്നത്തെ VS സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലെ ഭാഗങ്ങളാണ്. അത് പ്രധാനമായും ഈ സ്ത്രീ പ്രവേശനമടക്കമുള്ള കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ എതിർത്തുകൊണ്ട് VS സർക്കാരിന്റെ കാലത്ത് 2007 നൽകിയ സത്യവാങ്മൂലമാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞപ്പോഴും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മതപണ്ഡിതന്മാർ ഉൾപ്പെട്ട ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കണം. ഇതായിരുന്നു അന്ന് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലെ നിലപാട് എന്ന് പറയുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2016 സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ ഈ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഹർജി തള്ളണം എന്നാണ് അന്ന് സർക്കാർ വാദിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എഴുതി നൽകിയിട്ടുള്ള ഈ ഒരു ആർഗ്യുമെന്റ് നോട്ട് പരിശോധിച്ചാൽ അങ്ങനെയൊരു നിലപാട് കൂടി ഇതിനകത്തുണ്ട്. കാരണം ഒരു മതത്തിൽ മതവിശ്വാസവുമായി ബന്ധപ്പെടാത്ത ഒരാൾക്ക് ആ മതത്തിലെ ആചാര ലംഘനം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി നൽകാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കണം. കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി നോക്കിയാൽ ഈ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നുമുണ്ട്.